നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. തൃശൂർ മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS ഫണ്ട് തട്ടിയവർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടിക്ക് വിജിലൻസ് ശുപാർശ. താൽക്കാലിക ജീവനക്കാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ തട്ടിപ്പിൽ ആരോപണ വിധേയർ. വീടിന് മുന്നിലെ മദ്യപാനം ചോദ്യം ചെയ്തതിനെ തുടർന്ന് യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 11 ക്രിമിനൽ കേസുകളിൽ പ്രതിയും 2 സുഹൃത്തുക്കളും അറസ്റ്റിൽ. പുത്തൻവേലിക്കര സ്വദേശി ശ്രീഹരി, പൊയ്യ സ്വദേശി അനിൽ, മേലടൂർ സ്വദേശി സഞ്ജു എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റത്തൂരിലെ കോൺഗ്രസ് BJP രാഷ്ട്രീയ സഖ്യത്തിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. 5:30 കോടാലി ഓങ്ങലിൽ നിന്നും ആരംഭിച്ച പ്രകടനം മറ്റത്തൂർ കോടാലിയിൽ സമാപിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS ഫണ്ട് തട്ടിയവർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടിക്ക് വിജിലൻസ് ശുപാർശ. കേസിലെ പരാതിക്കാരന് ഹൈക്കോടതി രജിസ്ട്രാർ നൽകിയ കത്തിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. താത്കാലിക ജീവനക്കാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ തട്ടിപ്പിൽ ആരോപണ വിധേയരാണ്. തൃശൂർ മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS ഫണ്ട് തട്ടിയ കേസിലെ കുറ്റക്കാർക്കെതിരെ നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പരാതിക്കാരൻ ചെറുമനങ്ങാട് സ്വദേശി ലിബിൻ K. മോഹനൻ നവംബറിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കത്ത് ലഭിച്ചത്. കേസ് തീർപ്പാക്കുന്നതായും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 2023 ജൂണിൽ അന്നത്തെ ജില്ലാ കളക്ടർ കൃഷ്ണതേജയാണ് HDS ഫണ്ട് തട്ടിപ്പ് കണ്ടെത്തിയത്. കളക്ടറുടെ ശുപാർശയിൽ നടപടികളൊന്നും സ്വീകരിക്കാത്തതിനെ തുടർന്ന് ലിബിൻ ഹൈക്കോടതിയെ സമീപിച്ച് തുടരന്വേഷണത്തിനുള്ള ഉത്തരവ് സമ്പാദിക്കുകയായിരുന്നു. ലക്ഷങ്ങളുടെ ക്രമക്കേടായിരുന്നു 2023 ജില്ലാ കളക്ടറുടെ മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയത്. ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം 80 ലക്ഷം രൂപയുടെ തട്ടിപ്പും കണ്ടെത്തി. വിജിലൻസ് അന്വേഷണവും ആരംഭിച്ചു. 6 മാസത്തിനുള്ളിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ 2024 ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും സർക്കാർ തലത്തിൽ ഉണ്ടായില്ല. താത്കാലിക ജീവനക്കാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ തട്ടിപ്പിൽ ആരോപണ വിധേയരാണ്. മീഡിയ ടൈം, തൃശൂർ. മതിലകം പത്താഴക്കാട് കരോളുമായി പോകുമ്പോൾ പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ബൊലേറോ വാഹനത്തിന്റെ ചില്ല് തകർത്തതിനും വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസുകളിൽ 6 പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതികളിൽ ഒരാൾ ആക്രമിച്ച സംഭവത്തിലാണ് 2ാമത്തെ കേസ്. ക്രിസ്തുമസ് ദിനത്തിൽ പുലർച്ചെ ക്രിസ്തുമസ് കരോളുമായി പോവുകയായിരുന്ന പ്രതികൾ ആല പത്താഴക്കാട് സ്വദേശി കളപ്പുരയ്ക്കൽ വീട്ടിൽ സബീറിന്റെ വീട്ടിലേക്ക് കരോളുമായി വന്ന് സബീറിന്റെ വീട്ടുപറമ്പിൽ വെച്ച് പടക്കം പൊട്ടിക്കുകയായിരുന്നു. ഇത് സബീർ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ സബീറിന്റെ വീട്ടിൽ കിടന്നിരുന്ന കാറിന്റെ ചില്ല് തകർക്കുകയും സബീറിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ വേഴവന സ്വദേശി കുന്നത്ത് വീട്ടിൽ 18 വയസ്സുള്ള ഋത്തിക്ക്, ആല പത്താഴക്കാട് സ്വദേശികളായ പാറക്കൂട്ട് വീട്ടിൽ 18 വയസ്സുള്ള ബിലാൽ, കൂട്ടങ്ങപ്പറമ്പിൽ വീട്ടിൽ 19 വയസ്സുള്ള സിഫാൻ, അമിനിപ്പുള്ളി വീട്ടിൽ 19 വയസ്സുള്ള ആദിത്യൻ, പത്താഴക്കാട് സ്വദേശി ചക്കാണ്ടി വീട്ടിൽ അനന്തകൃഷ്ണൻ 18 വയസ്സ് എന്നിവരെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കാറിന്റെ ചില്ല് തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളും ഇവരുടെ രക്ഷിതാക്കളും സബീറും തമ്മിൽ ഇത് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാതിക്കാരനായ സബീറും പ്രതികളിലൊരാളായ സിഫാനും തമ്മിൽ വീണ്ടും തർക്കമാവുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് രാത്രി സബീറിന്റെ വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി അസഭ്യം പറഞ്ഞ് സബീറിനെ പട്ടിക വടികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് സിഫാന്റെ പിതാവായ ആല പത്താഴക്കാട് സ്വദേശി കൂട്ടുങ്ങപ്പറമ്പിൽ വീട്ടിൽ സൈഫുദ്ദീൻ എന്നയാളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മതിലകം പോലീസ് സ്റ്റേഷൻ SHO വിമോദ്, SI-മാരായ അജയ് മേനോൻ, മുഹമ്മദ് റാഫി, GSCPO-മാരായ പ്രബിൻ, സനീഷ്, ഷനിൽ, മുഹമ്മദ് സൻസിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മീഡിയ ടൈം, മതിലകം. വീടിന് മുന്നിലെ മദ്യപാനം ചോദ്യം ചെയ്തതിനെ തുടർന്ന് യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 11 ക്രിമിനൽ കേസുകളിൽ പ്രതിയും 2 സുഹൃത്തുക്കളും അറസ്റ്റിൽ. പുത്തൻവേലിക്കര സ്വദേശി അറപ്പാട്ട് വീട്ടിൽ ശ്രീഹരി 25 വയസ്സ്, മാള പൊയ്യ സ്വദേശി കാഞ്ഞിരത്തെങ്കിൽ വീട്ടിൽ അനിൽ 26 വയസ്സ്, മാള മേലടൂർ സ്വദേശി വാടച്ചേക്കൽ വീട്ടിൽ സഞ്ജു 28 വയസ്സ് എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. മാള പോലീസ് സ്റ്റേഷൻ SHO സജിൻ ശശി, SI-മാരായ റഷീദ് PM, മുഹമ്മദ് ബാഷി, അനിൽകുമാർ OP, GSCPO-മാരായ KK ജിബിൻ, CJ ജമേഴ്സൺ,
ഹരികൃഷ്ണൻ അയ്യു, KA സാബിർ എന്നിവരാണ് അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നത്. മറ്റത്തൂരിലെ കോൺഗ്രസ് BJP രാഷ്ട്രീയ സഖ്യത്തിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. 5:30 കോടാലി ഓവുങ്ങലിൽ നിന്നും ആരംഭിച്ച പ്രകടനം മറ്റത്തൂർ കോടാലിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം DYFI കേന്ദ്ര കമ്മിറ്റി അംഗം JC തോമസ് ഉദ്ഘാടനം ചെയ്തു. തങ്ങൾക്ക് വോട്ട് ചെയ്ത നൂറുകണക്കിന് വരുന്ന മതനിരപേക്ഷവാദികളായിട്ടുള്ള മറ്റത്തൂരുകാരെ വഞ്ചിച്ച കോൺഗ്രസ് ഉണ്ടോ? RSS ഉണ്ടെങ്കിൽ RSSനെ ഒറ്റയ്ക്ക് നേരിടും. RSSനെ സഹായിക്കാൻ കോൺഗ്രസ്സുകാരെ കൂടെ പറ്റിച്ച് RSSന്റെ നാണയത്തുട്ടുകൾക്ക് പുറകെ പോയിട്ടുള്ള യൂദാസുമാരുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ RSSനെയും RSSനെ പിന്തുണയ്ക്കുന്ന യൂദാസുമാരെയും നേരിടാൻ മറ്റത്തൂർ തയ്യാറാണ് എന്നുള്ളതിന്റെ ഹൃദയ വിളംബരമാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള ഈ മഹാവലിയ സദസ്സ്. CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, CPI സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ്, TA രാമകൃഷ്ണൻ, MR രഞ്ജിത്ത്, CU പ്രിയൻ, KJ ഡിക്സൺ, ഷീല ജോർജ്, അശ്വതി വിബി, PK രാജൻ, EK അനൂപ്, PC ഉമേഷ്, മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി PS പ്രശാന്ത്, PK കൃഷ്ണൻകുട്ടി, പഞ്ചായത്ത് അംഗം KR ഔസേപ്പ് എന്നിവർ സംസാരിച്ചു. അന്നമനട പൂവത്തുശ്ശേരി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ മാരത്തോൺ സംഘടിപ്പിച്ചു. അന്നമനട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാരത്തോൺ ലയൺസ് ക്ലബ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് ഫ്ലാഗ് ഓഫ് ചെയ്തു. പൂവത്തുശ്ശേരി ലയൺസ് ക്ലബ്ബ് ഇത്തരമൊരു സർവീസ് പ്രൊജക്ട് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ തന്നെ ഒരു അഭിമാനമാണ്. പ്രത്യേകിച്ച് ഈ വർഷം പൂവത്തുശ്ശേരി ലയൺസ് ക്ലബിനെ നയിക്കുന്നത് ഒരു വനിതാ ലാൻഡ് ലീഡർ കൂടിയാണ് നയിക്കുന്നത്. പൂവത്തുശ്ശേരി ക്ലബ്ബ് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾക്ക് ഈ ക്ലബിൻ്റെ പരിസര പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചതാണ്. പ്രത്യേകിച്ച് വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുക, കിടപ്പ് രോഗികൾക്ക് വേണ്ടത്ര സഹായങ്ങൾ നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എല്ലാ മാസവും നിരവധി കുടുംബങ്ങൾക്ക് അംഗ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു കൊടുക്കുക. ഇത്തരം പ്രൊജക്റ്റുകളൊക്കെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പൂവത്തുശ്ശേരി ലയൺസ് ക്ലബിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. അത്രയും മഹത്തായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പാലിശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ NCC, സ്കൗട്ട്, NSS, SPCകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, പ്രിൻസിപ്പൽ CD ജിന്നി, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. പൂവത്തുശ്ശേരി ജംഗ്ഷനിലെത്തിയ മാരത്തോൺ പാറക്കടവ് പഞ്ചായത്ത് അംഗം ആശാ രഘുനാഥൻ, വാർഡ് മെമ്പർ ആൻഡോ കാച്ചപ്പിള്ളി, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ T സിദ്ദിഖ്, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഉണ്ണി വടക്കഞ്ചേരി എന്നിവർ സ്വീകരിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഷിനൈല അധ്യക്ഷത വഹിച്ചു. പുത്തഞ്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ ഞാനും നമ്മളും ദ്വിദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സംസാരിക്കുന്ന ഈ സ്കൂൾ ഉൾപ്പെടെ ഈ കാലയളവിൽ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് VR സുനിൽകുമാറിൻ്റെ എല്ലാം നേതൃത്വത്തിൽ 1 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് നമുക്കിവിടെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ ഇത് പറയുമ്പോൾ ഈ ഹാളുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ സുഹൃത്തുലാലകണ്ണായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്, ഒരു തർക്കമില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു വാഗ്ദാനമായിട്ടൊന്നും കരുതണ്ട. പക്ഷേ നമുക്ക് മിനിമം എന്നൊരു വാക്ക് നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. മാക്സിമത്തിൽ കാര്യങ്ങൾ ചെയ്തു പോവുക എന്നുള്ളതാണ് നമ്മുടെ ഭരണസമിതി കാണുന്നത് എല്ലാ കാര്യത്തിലും. അപ്പോൾ UP സ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ഇവിടെ ഉന്നയിക്കപ്പെട്ട ആവശ്യത്തിനകത്ത് തീർച്ചയായിട്ടും ന്യായമായൊരു പരിഹാരം കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ ഹാളിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് ഞാൻ ഈ മീറ്റിങ്ങിനകത്ത് നൽകുകയാണ്. MP സോണി അധ്യക്ഷത വഹിച്ചു. അമൃത സൂപ്പർ സ്റ്റാർ സിംഗർ ഫെയിം ധ്രുവ S മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത സുനിൽകുമാർ, ബ്ലോക്ക് മെമ്പർമാരായ KV സുജിത് ലാൽ, റോമി ബേബി, PK ഷറഫുദ്ദീൻ, CN പ്രദീപ് കുമാർ, പ്രധാന അധ്യാപിക NS സുനിത, ജോപി മങ്കടിയാൻ, രഹന സഞ്ചൽ, സുമ ഉണ്ണികൃഷ്ണൻ, ഗിരിജ രാധാകൃഷ്ണൻ, സിനി റഹീം, ജസീന ബദ്രുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കുഴൂർ തെക്കൻ താണശ്ശേരി സെന്റ് സേവിയേഴ്സ് ദേവാലയത്തിൽ പൗരോഹിത്യ സ്വീകരണവും പ്രഥമ ദിവ്യബലി അർപ്പണവും നടന്നു. ഡീക്കൻ ബിനോയ് തെറ്റയിലിന് ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ തിരുപ്പട്ടം നൽകി. നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. ജനുവരി 2 വെള്ളിയാഴ്ച ഇടവക ദിനാഘോഷ ദിനത്തിൽ നവവൈദികന് സ്വീകരണം, നവദൈവാലയ കൃതജ്ഞതാ പ്രകാശനം, ഞായറാഴ്ച ആദ്യ കുർബാന സ്വീകരണം, സ്ഥൈര്യലേപനം എന്നീ ചടങ്ങുകൾ നടക്കും. നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ നീക്കിക്കളയട്ടെ. അയോഗ്യനായ ഞാൻ
മിശംസാന ആന്റണി എന്നവരോട് അത്യുന്നതനായ ദൈവത്തിന്റെ കൃപയാൽ മാർ പോളി കണ്ണുകാടൻ മെത്രാന്റെയും മുമ്പാകെ കത്തോലിക്ക സത്യവിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും. പുത്തഞ്ചിറ പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശി ദിനാചരണം നടന്നു. വിഷ്ണു സഹസ്രനാമപാരായണം, ലളിതാ സഹസ്രനാമപാരായണം, പ്രഭാഷണം, ഭജന എന്നിവ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. പാലക്കാട് അമൃതം ഗമയ ഫൗണ്ടേഷൻ ഉണ്ണി, ദിലീപ് നായർ, സാധു കൃഷ്ണാനന്ദ സരസ്വതി എന്നിവർ പങ്കെടുത്തു. പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിച്ച് മരിക്കുന്ന ആ കാലയളവിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമയമാണ് ഭഗവാനെ സ്തുതിക്കാൻ കഴിയുക എന്നത്. അതും ഒരുപാട് ദൂരത്തിരുന്ന് ജപിച്ചിരുന്ന നാം ഒന്നിച്ച് ഭഗവാന്റെ ലീലാവിലാസങ്ങൾ കളിയാടിയ വില്ലുമംഗലം സ്ഥിതി ചെയ്യുന്ന ഈ ദേശത്ത്, ഈ പുത്തൻചിറയിൽ കൃഷ്ണഭഗവാന്റെ ചൈതന്യ സ്വരൂപം വിളയാടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തിരുന്ന് പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ചും ആധികാരികമായുള്ള ശാസ്ത്ര രഹസ്യങ്ങളെക്കുറിച്ചും പറയുന്ന 1000 നാമങ്ങൾ വർണ്ണിക്കുന്ന വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ നമുക്ക് സാധിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS ഫണ്ട് തട്ടിയവർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടിക്ക് വിജിലൻസ് ശുപാർശ. താൽക്കാലിക ജീവനക്കാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ തട്ടിപ്പിൽ ആരോപണ വിധേയർ. വീടിന് മുന്നിലെ മദ്യപാനം ചോദ്യം ചെയ്തതിനെ തുടർന്ന് യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 11 ക്രിമിനൽ കേസുകളിൽ പ്രതിയും 2 സുഹൃത്തുക്കളും അറസ്റ്റിൽ. പുത്തൻവേലിക്കര സ്വദേശി ശ്രീഹരി, പൊയ്യ സ്വദേശി അനിൽ, മേലടൂർ സ്വദേശി സഞ്ജു എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റത്തൂരിലെ കോൺഗ്രസ് BJP രാഷ്ട്രീയ സഖ്യത്തിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. 5:30 കോടാലി ഓവുങ്ങലിൽ നിന്നും ആരംഭിച്ച പ്രകടനം മറ്റത്തൂർ കോടാലിയിൽ സമാപിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.